സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന വേറൊരു ഇതെന്ന് പറഞ്ഞാൽ EVM ഓൾറെഡി അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന റിസൾട്ടുകൾക്കൊരു സാധൂകരണം ഉണ്ടാക്കാൻ പാകത്തിലേക്കാണ് ഈ എക്സിറ്റ് പോളുകളൊക്കെ വരുന്നത്. അങ്ങനെയൊക്കെയുള്ള പല വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. ഇത്തരം സാധ്യതകളൊക്കെ നിലനിൽക്കുന്നതാണോ? തീർച്ചയായിട്ടും അറ്റ്മോസ്ഫിയർ ഓഫ് മിസ്ട്രസ്റ്റ് അത് ത്രൂ ഔട്ട് എലക്ഷൻ ക്യാമ്പയിനിലുണ്ടായിരുന്നു. ഇന്ത്യ അലയൻസിലുള്ള ലീഡേഴ്സ് ഇങ്ങനെ പറയാമായിരുന്നു, ഞങ്ങള് ഈ സീറ്റുകളിൽ ജയിക്കേണ്ടതാണ്, പക്ഷേ വരുന്നത് EVM മാനിപ്പുലേഷനിലും ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള പോസിബിൾ മാനിപ്പുലേഷൻ വഴിയുമാണ്. ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരുന്നത് പാർട്ട്ലി ഇതിനകത്തു നിന്നാണ് വരുന്നത്. കാരണം ഇത് ഞങ്ങളുടെ കയ്യിലല്ല, ആൾക്കാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള ബിറ്റ്വീൻ പോളിംഗ് ആൻഡ് റിസൾട്ട് ആ സിറ്റുവേഷനിൽ എന്തും സംഭവിക്കാം എന്നുള്ളൊരു നമ്മുടെ ലീഡർഷിപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം അധികാരത്തിൽ ഇരിക്കുന്നവരുടെ ഒരു 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 പ്രത്യേക വിശേഷമാണ്. അവരുടെ ക്രെഡിബിലിറ്റിയുടെ ഇഷ്യൂ ആണ്. അവരുടെ ബ്ലൈൻഡായിട്ട് അവരെ വിശ്വസിക്കുന്നവരുടെ അടുത്ത് നല്ല ക്രെഡിബിലിറ്റിയും റെസ്റ്റ് ഓഫ് ദ കൺട്രിയിൽ അവർക്ക് യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലാണ്. നെഹ്റുവിന്റെ കാലഘട്ടം ഒന്നല്ലല്ലോ ഇത്. അപ്പോഴത്തേക്ക് വേറൊരു കാര്യം കൂടി എനിക്ക് എക്സിറ്റ് പോളിനെ പറ്റി പറയാനുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കും 2-3 ദിവസത്തേക്കല്ലേ, ഇതൊരു എന്റർടൈൻമെന്റ് അല്ലേ, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ്, ഒരു ടോപ്പിക് അല്ലേ, അതുപോലെ എല്ലാവർക്കും ഒരു എന്താ പറയുന്നത് ടൈം പാസ് മാതിരി. ഈ പോസിബിൾ മാനിപ്പുലേഷനുള്ള സ്കോപ്പ് ഉണ്ടാക്കുന്നത് കൂടാതെ ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ട്. നമ്മളത് നേരത്തെ നോട്ടീസ് ചെയ്താണ്. പോളിംഗിന്റെ സമയത്തും അല്ലെങ്കിൽ ക്യാമ്പയിൻ തുടങ്ങുമ്പോഴേ ഉണ്ടല്ലോ ഈ സട്ടാ ബസാർ, പ്രത്യേകിച്ച് ഫലോദി, രാജസ്ഥാൻ ഇപ്പോൾ ഫേമസ് ആയിട്ടിരിക്കുന്ന ഫലോദി സട്ടാ ബസാറിലാണ്. ഫലോദി എന്ന് പറയുന്നത് ജോധ്പൂരിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഫലോദി ഒരു പുതിയ ഡിസ്ട്രിക്റ്റ് ആയി. അല്ലെങ്കിൽ ജോധ്പൂർ ഡിവിഷണൽ ഹെഡ് ക്വാർട്ടറിൽ നിന്ന് 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലമാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനിവിടെ 40 വർഷമായെങ്കിലും എനിക്കൊരു ഐഡിയ ഇല്ല ഫലോദിയിൽ ആരാ ഇത് ചെയ്യുന്നത്, എവിടുന്നാ ചെയ്യുന്നത്, ആരോട് ചോദിച്ചാലാ ഇതിൻ്റെ റിസൾട്ട് പറയുന്നത്. പക്ഷെ ഭയങ്കര സ്പെക്കുലേഷൻ ആണ്. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടികളുടെ സ്പെക്കുലേഷൻ, സട്ട, ഗാംബ്ലിങ്. ഈ പീരീഡിലും ഗാംബ്ലിങ്ങിന് നല്ല സ്കോപ്പ് ഉണ്ട്. എക്സിറ്റ് പോൾ എത്രമാത്രം ശരിയാകുമെന്നും പറഞ്ഞും ഗാംബിൾ ചെയ്യാൻ പറ്റും. അത് മദ്യപിക്കുന്നവർക്ക് മദ്യപിക്കാൻ ഒരു കാരണം വേണമെന്ന് പറയുന്നത് പോലെ സ്പെക്കുലേറ്റ് ചെയ്യുന്നവർക്ക് സ്പെക്കുലേറ്റ് ചെയ്യാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി വേണം. അപ്പോൾ എക്സിറ്റ് പോൾ പറഞ്ഞത് എത്രമാത്രം ശരിയാകും അല്ലെങ്കിൽ എത്രമാത്രം സെറ്റാകും എന്ന് പറഞ്ഞും ആൾക്കാർക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയും പൈസ നഷ്ടപ്പെടാനും ഉള്ള ഒരു ചാൻസാണ്, നഷ്ടപ്പെടുത്താനും ഉള്ളൊരു ചാൻസായിട്ട് ഇതിനെ കരുതണം. ഓവറോളായിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ അറ്റ്മോസ്ഫിയർ ഡെമോക്രസി ചലഞ്ചിലായിരിക്കുന്ന സിറ്റുവേഷനിൽ വളരെ ഒരു ലാക്ക് ഓഫ് ക്രെഡിബിലിറ്റിയുടെ ഇഷ്യൂ ആണ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇലക്ഷൻ കമ്മീഷനും അത് ഫെയ്ത്ത് റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ഇൻക്ലൂഡിങ് പതുക്കെ ലേറ്റായിട്ട് തരുന്ന പോളിംഗ് ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ അദ്ദേഹം നമ്മുടെ പ്രൈം മിനിസ്റ്റർ അവിടെ പോയി കന്യാകുമാരിക്ക് പോയ കാര്യം ബ്രോഡ്കാസ്റ്റ് ചെയ്യരുതെന്നും ഒക്കെയുള്ള അപേക്ഷകളും എല്ലാം തള്ളിക്കളഞ്ഞ്, പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെ തള്ളിക്കളഞ്ഞ് രീതിയിൽ അധികം ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ്മെന്റിന് ഇല്ലാത്ത സ്ഥിതിയിൽ എല്ലാവരും എവരിബഡി ഈസ് കീപ്പിംഗ് ദെയർ ഫിംഗേഴ്സ് ക്രോസ്ഡ്. അത് ആ സിറ്റുവേഷനിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്.